പ്രിയമുള്ളവരെ, ഇത്തിരി വെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ തരം സസ്യത്തിനെ പറ്റിയാണ്. നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയതായിട്ടുള്ള ചീര, പൊന്നാങ്കണ്ണി ചീര. ഇത് നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഭാരതത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചീര നമ്മുടെ വീടുകളിലൊക്കെ ഒരല്പം തണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് ഏത് കാലാവസ്ഥയിലും ഏത് മണ്ണിലും ചെളിയിലും വയലിലും ഏത് ഭാഗത്തും വളരുന്ന, സ്പ്രെഡ് ചെയ്ത് വളരുന്ന ഒരു ചീരയാണ്. ഈ ചീര നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇറച്ചി മീനും ഒക്കെ നമ്മൾ കഴിക്കും. ഇതിനകത്ത് സലാഡിനകത്ത് ഇടാം. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ നമുക്ക് ഇല കറിയായിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വെയിലത്ത് വെച്ചാൽ അത് ചുമന്ന നിറമായി നല്ലതുപോലെ വളരും. അതേസമയം തണുപ്പത്താണെങ്കിൽ അത് പച്ച നിറമായിട്ടാണ് വളരുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്, അതായത് അഗസ്ത്യച്ചീരയൊക്കെ നമ്മൾ കഴിക്കാറുള്ള അഗസ്ത്യച്ചീരയുടെ പൂവും ചീരയൊക്കെ കഴിക്കാറുണ്ടല്ലോ. പക്ഷേ അതിനെക്കാട്ടി അത്ര ഇല്ലെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതായിട്ട് വൈറ്റമിൻ എയും ബീറ്റ കരോട്ടിനും, കണ്ണിന് ഏറ്റവും നല്ലതായ ബീറ്റ കരോട്ടിനും അടങ്ങിയതായിട്ടുള്ള നല്ല പോഷക സമൃദ്ധമായ ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് നട്ടിട്ടുണ്ട്. അതാണ്ട് ഇത് ഞാൻ ഒരു പ്രാവശ്യം തോരൻ വെക്കാനായിട്ട് എടുത്തു. ഇന്ന് ഈ ബ്ലോഗിന് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ഒരു ചെറിയ ഇതുപോലെ ഒരു പീസ് മാത്രം നമ്മൾ മുറിച്ച് നട്ടാൽ മതി. നല്ലതുപോലെ അങ്ങ് സ്പ്രെഡായി വളരും. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ തോരൻ വെച്ചതാണ്. ഇത് നമ്മുടെ അടുത്ത വീടുകളിലോ എവിടെയെങ്കിലുമോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മേടിച്ച് വയ്ക്കണം. നമുക്ക് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയതായ ഒരു ചീരയാണ് ഇത്. വളരെ നമുക്ക് പാടില്ലാതെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഇതിൽ അല്പം കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഒന്നോ രണ്ടോ പേർക്ക് കഴിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ചീര ഇതിൽ കിട്ടും. ഞാൻ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇത് നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിനു വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് കാണിക്കുകയാണ്. അപ്പുറത്തുണ്ട്, അത് ഞാൻ വേറൊരു ദിവസം അതിൻ്റെ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ശനിയാഴ്ച വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരും. അതിനകത്ത് എൻ്റെ ചിലപ്പോൾ അനുഭവങ്ങളാവാം. ഇടയ്ക്ക് മാത്രമേ ഒരു അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എക്സ്പീരിയൻസും അനുഭവങ്ങളും എല്ലാം നമ്മളെ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മളിത് പറയുന്നതാണ്. താങ്ക് യു ആൾ. എൻ്റെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ആൾ.